Hello, welcome to the Adam Rizala Update Special Debate on Elections. ജമ്മു കാശ്മീരിലും ഹരിയാനയിലും കൗണ്ടിംഗ് പൂർത്തിയായിരിക്കുന്നു. ഹരിയാനയിൽ BJP തുടർച്ചയായ മൂന്നാം വട്ടം അധികാരത്തിലേക്ക് വരുന്നു. അവർക്ക് ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സീറ്റ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയേക്കാം. 48 സീറ്റ് വരെ അവർക്ക് കിട്ടിയേക്കാം. ജമ്മു കാശ്മീരിലാവട്ടെ, ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേരുന്ന സഖ്യം കേവല ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. അവർക്കൊപ്പം CPIMൻ്റെ മുഹമ്മദ് തരിഗാമിയും വിജയിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും പ്രത്യേകിച്ച് അനിശ്ചിതത്വങ്ങൾ ഒന്നുമില്ല. എക്സിറ്റ് പോൾ വന്നപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് വലിയ മുൻതൂക്കം നേടും എന്നുള്ളതായിരുന്നു എക്സിറ്റ് പോൾ ഉണ്ടായിരുന്നത്. ജമ്മു കാശ്മീരിലാകട്ടെ ആർക്കും കൃത്യമായൊരു ഭൂരിപക്ഷം ഉണ്ടാകാത്ത സഭയായിരിക്കും നിലവിൽ വരിക എന്നും പ്രവചനങ്ങളുണ്ടായി. ഈ രണ്ട് പ്രവചനങ്ങളും ഏതാണ്ട് അപ്രസക്തമാക്കുന്ന വിധത്തിലാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമ്മൾ കാണുന്നത്. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് സണ്ണി സെബാസ്റ്റ്യനുണ്ട്. ഒപ്പം മറ്റൊരു മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകരനുമുണ്ട്. ഞാൻ ആദ്യം സണ്ണി സെബാസ്റ്റ്യനിലേക്ക്, നമ്മൾ ഹരിയാനയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ വോട്ടിംഗ് പെർസെൻറ്റേജിൽ പോലും കോൺഗ്രസും BJPയും തമ്മിൽ വളരെ ചെറിയ ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൂടുതൽ സീറ്റ് നേടി BJP തുടർച്ചയായ മൂന്നാം തവണ അധികാരത്തിൽ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എവിടെയാണ് കോൺഗ്രസിന് പിഴച്ചതെന്നാണ് തോന്നുന്നത്? ഈ അവസരങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ പോയതാണോ അതോ കോൺഗ്രസിലെ തന്നെ പ്രശ്നങ്ങളാണോ? ഈ മറ്റു പല സ്റ്റേറ്റുകളിലും നേരത്തെ ഉണ്ടായ പോലെ തന്നെ, ഹരിയാനയിൽ ലാസ്റ്റ് ടൈം ഉണ്ടായ പോലെ തന്നെ ഓവർ കോൺഫിഡൻസ്, അതായത് ഒരു ലെവല് കഴിഞ്ഞിട്ട് പാർട്ടി ജയിച്ചു എന്നുള്ള മട്ടില് പിന്നെ അവർ ഇഷ്യൂസ് ആര് ചീഫ് മിനിസ്റ്റർ ആകും എന്നൊക്കെയുള്ള ടോപ്പിക്സിലേക്ക് കടന്നു. കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ഇലക്ഷനിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാതെ, മൈക്രോ ലെവൽ മാനേജ്മെന്റിലോട്ട് ശ്രദ്ധിക്കാതെ ബാക്കിയുള്ള ആഘോഷങ്ങളിലേക്ക് കടന്നു ടു എയർലി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റിസൾട്ട് വന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇപ്പോഴും ശരിക്കും BJP അസസ് ചെയ്തിട്ടില്ല. BJPയുടെ ക്ഷമത, BJPയുടെ ലാസ്റ്റ് മിനിറ്റ് വരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള, മൈന്യൂട്ടായിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ കപ്പാസിറ്റി, റെസിസ്റ്റൻസ്, അതുപോലെ ഓഫ്കോഴ്സ് മാൻ പവറും മണി പവറും, ദാറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ്. അപ്പം അതെല്ലാം കൂടെ കൂടി മിസ് കാൽക്കുലേഷൻ, ഓവർ കോൺഫിഡൻസ്, ലാക്ക് ഓഫ് കൊഹിയറൻസ് ഇൻ ദ ക്യാമ്പയിൻ, വൺ മാൻ ഷോ പോലെ ആയിപ്പോയി. എപ്പോഴും ഹരിയാനയിൽ ഓഫ് ലേറ്റ് സംഭവിക്കുന്നത് ജാട്ട് ഡോമിനേഷനിൽ എപ്പോഴും ഒരു അപ്രിഹെൻഷൻ ഉണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും നോൺ ജാട്ട് പാർട്ടീസിന്റെ പോളറൈസേഷൻ, കാസ്റ്റുകളുടെ, നോട്ട് പാർട്ടീസ്, കാസ്റ്റുകളുടെ പോളറൈസേഷൻ വളരെ ക്ലിയർലി വന്നു. കോൺഗ്രസിന് BJPക്കായാലും കൂടുതൽ 1% എങ്ങാണ്ട് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നി ഇപ്രാവശ്യം. എന്നിട്ട് പോലും ഈ സ്ഥിതിയിലാണ് കോൺഗ്രസ്. വളരെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വലിയൊരു സെറ്റ് ബാക്ക് ആണ്. കാരണം ജയിച്ചു നിൽക്കുന്ന സിറ്റുവേഷനിൽ തോറ്റു പോകുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതും വളരെ അങ്ങനെ ഒരു നാരോ ഇതൊന്നും അല്ല. നല്ല 10 സീറ്റ്സിന്റെ മാർജിനിലൊക്കെ പുറകോട്ട് നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതായത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. BJPയുടെ മാർച്ച് എല്ലാവരും ഇങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടിരുന്നാണ്. BJPയുടെ മാർച്ച് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് സമയമെടുക്കും. റൈറ്റ്. ശ്രീധരൻ എന്താ തോന്നുന്നത്? ശ്രീധർ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സംഘപരിവാരം അവരുടെ ഹിന്ദുത്വ രാഷ്ട്രീയം വളരെ കുറച്ചുകൂടെ അതിതീവ്രമായി പ്രയോഗിക്കാൻ ശ്രമിച്ച സംസ്ഥാനങ്ങളിലൊന്ന് ഹരിയാനയായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ലിഞ്ചിങ്ങിൻ്റെ കഥ കേട്ടത്, ഈ കന്നുകാലി കടത്ത് ആരോപിച്ച ആളുകളെ ആക്രമിക്കുന്നതിൻ്റെ കഥ കേട്ടത്. ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് കേട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഫലം ചെയ്തു എന്നാണോ അതോ ഈ പറഞ്ഞ സൂക്ഷ്മതലത്തിൽ നടത്തിയ ഈ ജാതി കേന്ദ്രീകരിച്ചുള്ള ഓപ്പറേഷൻ, അതായത് പിന്നാക്ക വിഭാഗങ്ങളെയും ജാട്ടിതര പിന്നാക്ക വിഭാഗങ്ങളെയും മറ്റ് ജാതി വിഭാഗങ്ങളെയും ഏകീകരിക്കുക എന്ന് പറയുന്നൊരു പണി, അത് വളരെ സമർത്ഥമായി നടത്തിയെന്നാണോ? ഇതിലേതിലാണ് BJP ഹരിയാനയിൽ ജയം കാണുന്നത്? എനിക്ക് തോന്നുന്നത് രണ്ടും അവിടെ വളരെ പ്രധാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു തരത്തിൽ ഒരു സൈഡില് ശരിക്കും കോൺഗ്രസിന് ജയിക്കാൻ എന്നതിലുപരിയായിട്ട് BJPക്ക് തോൽക്കാൻ വേണ്ട എല്ലാ ഘടകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ 5 വർഷത്തിന് കൂടുതലായി, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ ആന്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. അവർ 40 സീറ്റിലേക്ക് അവർ ചുരുങ്ങിയിരുന്നു. പക്ഷെ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു ഭരണം ഉണ്ടാക്കാനുള്ള സംഭവം നടന്നിരുന്നു.
അതിനുശേഷവും അവിടെ ഭരണവിരുദ്ധ വികാരം വളരെ സജീവമായിരുന്നു. ഇപ്പോൾ പലതരത്തിൽ നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തതുപോലെ ദേശീയ മാധ്യമങ്ങളെല്ലാം വന്നതുപോലെ ഭരണ വിരുദ്ധ വികാരം തോൽക്കാൻ പാകത്തിന്, അല്ലെങ്കിൽ BJP തോൽപ്പിക്കാൻ പാകത്തിന്, കോൺഗ്രസിനെ ജയിപ്പിക്കാൻ എന്നതിലുപരി BJP തോൽപ്പിക്കാൻ പാകത്തിന് അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് വളരെ സജീവമായിട്ട് അവിടെ രംഗത്തുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇലക്ഷനിൽ കുറച്ച് നേരത്തെ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയതും ചില സംസ്ഥാനങ്ങളിലൊന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നേരത്തെ സണ്ണി സാർ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡിൽ സംഭവിച്ചത് അതേപോലെ തന്നെ ഏതാണ്ടൊരു സമാനമായ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. തെരഞ്ഞെടുപ്പ് അടുക്കാറായി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഏതാണ്ട് വിജയിച്ചു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അത് കാരണം തുടർച്ചയായിട്ട് അതിന്റെ ഭാഗത്തുള്ള പിഴകൾ ഉണ്ടായിരുന്നു, മൈക്രോ മാനേജ്മെന്റുള്ള ശ്രദ്ധകൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതിനുപരിയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഈ 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന്റെയും BJP-യുടെയും കൂടി വോട്ട് ഒരുമിച്ചെടുത്താലും ഏതാണ്ട് ഒരു 65% താഴെയാണ് വോട്ടിംഗ് വന്നത്. മൊത്തത്തിലുള്ള പോളിംഗിന്റെ ഏതാണ്ട് 65% മാത്രമേ ഇവർക്ക് രണ്ടും കൂടി. ബാക്കി 35% ലഭിച്ചിട്ടുള്ളത് മറ്റ് പാർട്ടികൾക്കെല്ലാം കൂടിയാണ് ലഭിച്ചിട്ടുള്ളത്. ഇത്തവണ നോക്കൂ, 80%, 81-82% കോൺഗ്രസിനും BJP-ക്ക് തന്നെയുണ്ട്. അതായത് ഒരു 15% ഷിഫ്റ്റിങ് കോൺഗ്രസ് BJP പാർട്ടികളിലേക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിലൊരു വലിയ ശതമാനം ഇവർക്ക് കുറഞ്ഞ വോട്ട്, അതായത് BJP-ക്ക് ഈ മറ്റേ ഒരു ആന്റി ഇൻകംബൻസ് മൂലം അവർക്ക് നഷ്ടപ്പെട്ട വോട്ടുകളെ കവർ ചെയ്യാൻ പാകത്തിന് ഒരു വലിയ ശതമാനം വോട്ട് ഈ ഭാഗത്തു നിന്ന് ഇവർക്ക്, അതായത് ഈ പ്രാദേശിക പാർട്ടികൾക്ക് പോയിരുന്ന വോട്ടുകൾ മാനേജ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കും. ഇത് മുൻകൂട്ടി കാണാനായിട്ട് കോൺഗ്രസിന് പറ്റിയിരുന്നു. അതേപോലെ ഓരോരോ സീറ്റുകളിലും എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ ഇപ്പൊ ജാട്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ പല ജാട്ട് സ്ഥലങ്ങളിലും മറ്റ് ഒരു 10-15 സ്വതന്ത്രരെ BJP കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെതിരെ നിർത്തിയില്ലായിരുന്നു. ഇപ്പൊ പലരും ഇപ്പോ ഇന്ന് രാവിലെ മറ്റേ ചാനലില് ചർച്ചയിൽ കേട്ടു, 1-2 സ്ഥലങ്ങളിൽ മറ്റേ അവിടെ പ്രചരണത്തിന് പോകുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പരാതിപ്പെട്ടായിരുന്നു, ഞങ്ങൾക്ക് എത്ര സ്വതന്ത്രന്മാർ ഞങ്ങൾക്കെതിരെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അഥവാ അതുപോലും ഒരു ശ്രദ്ധയിലേക്ക് വരാത്ത തരത്തിലേക്ക് അത്രമാത്രം ഒരു ഈ ഹുഡ മാനേജ് ചെയ്യണം, ഹുഡ ഫാമിലി മാനേജ് ചെയ്യുന്ന ഇലക്ഷൻ പ്രചരണമായിട്ട് അവർ പൂർണ്ണമായിട്ടും അവരത് ഏൽപ്പിച്ച് അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധക്കുറവുണ്ടായിരുന്നു. അതേപോലെ നേരത്തെ തന്നെ സണ്ണി സാർ പറഞ്ഞാൽ നോൺ ജാട്ട് ജാതികളുടെ ഇപ്പൊ ഗുജ്ജർ കേന്ദ്രങ്ങളിൽ മുഴുവൻ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ ഗുജ്ജർ വോട്ടുകൾ അല്ലെങ്കിൽ ഗുജ്ജർ സീറ്റുകളിൽ നിന്ന് BJP-ക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ OBC ഇത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ദളിത് വോട്ടുകളിൽ ആണെന്ന് തോന്നുന്നു കുറച്ചുകൂടി കോൺഗ്രസിന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ പലതരത്തിലുള്ള ഒരു OBC വോട്ടുകളുടെ ഒരു പാറ്റേൺ BJP-ക്ക് അനുകൂലമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നോൺ ജാട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ട് ജാട്ട് ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജാട്ട് ഇതര മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരുന്നത് തന്നെ BJP ആണ് സ്വാഭാവികമായിട്ടും. അപ്പൊ ആ ഇവര് രണ്ടുപേരുമാണെങ്കിലും മനോഹർലാൽ ഖട്ടർ ആയാലും സൈനി ആണെങ്കിലും രണ്ടുപേരും ഈ പറയുന്ന നോൺ ജാട്ട് മുഖ്യമന്ത്രിമാരാണ്. തുടർന്നും ഒരു ജാട്ട് ഡോമിനൻസിലേക്ക് പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലെയായിരുന്നു കോൺഗ്രസിന്റെ പ്രചരണം നടന്നിരുന്നത്. കാരണം ജാട്ടുകൾ മുഴുവൻ അസംതൃപ്തരാണ് എന്നുള്ളതായിരുന്നു ഒരു തരത്തിലുള്ള ഒരു പ്രചരണത്തിന്റെ ഒരു ഹേതുവായിട്ട്, കോൺഗ്രസിനെ ജയിക്കാനുള്ളതിന്റെ പ്രധാനപ്പെട്ട ഹേതുവായിട്ട് പോലും കേട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിലൊരു ഒരു നോൺ ജാട്ട് വിഭാഗത്തിന് ഇടയിൽ ഒരു സഖ്യം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് BJP സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വോട്ടുകളെ സമാഹരിക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റി. മൂന്നാമതായിട്ട് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് ഇവരുടെ ഒരു അമിത ആത്മവിശ്വാസം അവരിലേക്ക് പോയി. ഇത്തരം ഘടകങ്ങൾ എല്ലാം കൂടി ചേർന്ന തരത്തിലാണ് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഒരു പരാജയത്തിലേക്ക്, വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പരാജയത്തിലേക്ക് അവർ പോയി തന്നു. റൈറ്റ്. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, ഇപ്പോൾ നായബ് സിംഗ് സൈനിയെ കൊണ്ടുവന്ന് നടത്തിയ പരീക്ഷണത്തിലൂടെ BJP-ക്ക് അവരുടെ ഒരു തുടർച്ചയായ 3ാം തവണ അധികാരത്തിലേക്ക് എത്തുക, ആ തന്ത്രം അവർക്ക് ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ പറ്റി. ഇപ്പുറത്ത് മുൻ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ വളരെ പരിചയസമ്പന്നനായ നേതാവാണ്, നല്ല സംഘാടകനാണ് ഭൂപീന്ദർ ഹൂഡ. പക്ഷേ ഭൂപീന്ദർ ഹൂഡയെ കാര്യങ്ങൾ ഏൽപ്പിച്ച്
ഭൂപീന്ദർ ഹൂഡയുടെ നിശ്ചയങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് പോയപ്പോൾ കോൺഗ്രസ്സിന് അവരുടെ ലക്ഷ്യം നേടാനും സാധിച്ചില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് താരതമ്യം ചെയ്യുക? ഈ നയബ് സിംഗ് സേനിക്ക് വലിയ ക്രെഡിറ്റ് ഇനിയാണേലും കൊടുക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ക്രെഡിറ്റ് കുറച്ച് കൊടുക്കാതിരിക്കാൻ പാടില്ല. കാരണം അത് അങ്ങേരായിരുന്നല്ലോ ചീഫ് മിനിസ്റ്റർ ആയിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് കൊണ്ടൊന്നുമല്ല ഈ പാർട്ടി ജയിക്കുന്നത്. ബി ജെ പിക്ക് അതൊരു സിംബോളിക് ആയിട്ട് ഓഫ് കോഴ്സ് സേനി പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ OBC നോൺ ജാട്ട് OBCയുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഒരു അഷുറൻസ് ആണ് പബ്ലിക്കിന്. അതായത് ജാട്ട് അല്ല അധികാരത്തിൽ വരുന്നത്, BJP ജയിക്കുകയാണെങ്കിൽ ജാട്ട് അല്ല അധികാരത്തിൽ വരുന്ന ആ രീതിയിൽ നയബ് സിംഗ് സേനിക്ക് ഒരു റോൾ ഉണ്ടായിരുന്നു. ബാക്കി ഖട്ടറിനും ഒരു റോൾ ഉണ്ടായിരുന്നു. അതുപോലെ ബ്രോഡ്ലി സ്പീക്കിംഗ് പാർട്ടിയുടെ തന്നെയാണ് വിജയം. അത് ക്രെഡിറ്റ് അവർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പ്രൈം മിനിസ്റ്റർ മോദിക്കും അമിത്ഷായ്ക്കും ക്രെഡിറ്റ്, ഓർഗനൈസേഷന്റെ ആ കപ്പാസിറ്റിയും, പ്രധാനന്റെ പേരൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് ക്വൈറ്റായിട്ട് വർക്ക് ചെയ്ത് നല്ല റിസൾട്ട് കൊണ്ടുവന്നു എന്നൊക്കെ. ശരിയായിരിക്കാം, ഞാൻ അയാളെ ക്ലോസ്ലി വാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ പറയപ്പെടുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലോക്സഭ ഇലക്ഷനില് 10 സീറ്റിൽ 5 വെച്ച് 2 പേർക്കും കിട്ടി. അപ്പൊ 2 പേരുടെയും ചാൻസ് ഒരു വിധത്തിൽ പറഞ്ഞാൽ 50-50 ആയിരുന്നു. നമ്മള് കൺക്ലൂഷനിലോട്ട് ജമ്പ് ചെയ്തു. എന്ത് ആ ലോജിക്ക് എന്തായിരുന്നെന്ന് ചോദിച്ചാല് ലോജിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ആ 10 സീറ്റിൽ 5 വെച്ച് കിട്ടിയപ്പം കോൺഗ്രസ് ആണ് ജയിക്കാൻ പോകുന്നത് എങ്ങനെ തീരുമാനിച്ചു എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് അവിടെ പോയി വന്നവരും അവിടെയുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തവരും എല്ലാരും തന്നെ ഈ ഇംപ്രഷനാണ് തന്നത്, കോൺഗ്രസ് ജയിക്കുന്നു എന്നുള്ളതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ഫാക്ടർ ശ്രീജിത്തും പറഞ്ഞിരുന്നു നേരത്തെ, 4-5 കാൻഡിഡേറ്റ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിച്ച്, അതുപോലെ തന്നെ ഇവരുടെയൊക്കെ റോള് INLD അതുപോലെ JJP ഇങ്ങനെയുള്ളവരുടെ റോളും സംശയാസ്പദമായിരിക്കുമ്പം പിന്നെ ഞാൻ അതിനകത്ത് പെടുന്നില്ല. ഇപ്പൊ കേജ്രിവാൾ പറഞ്ഞതേ ഉള്ളൂ, പ്രത്യേകിച്ച് ഹരിയാനയെ പറ്റി പറയാതെ ഒരു ചെറിയ ചിരിയോടുകൂടി പുള്ളി പറഞ്ഞു, ഓവർ കോൺഫിഡൻസും നല്ലതല്ല. ഒരു അരമണിക്കൂർ മുമ്പ് പറഞ്ഞ കാര്യമാണ്. അടുത്ത ഇലക്ഷനെ പറ്റി, ഡൽഹിയെ പറ്റി സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അതി ആത്മവിശ്വാസം എന്ന് പറയുന്നത് നല്ലതല്ല എന്നൊരു ചെറിയ ചിരിയോടുകൂടി പുള്ളി ഇങ്ങനൊരു പ്രസ്താവന ഇറക്കി. പിന്നെ നെഗറ്റീവ് റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ BJP വളരെ സ്ട്രാറ്റജിക്കലി കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്ത് പലരും ഓപ്പൺലി പറയുന്നുണ്ടായിരുന്നു BJP സപ്പോർട്ടഡ് ഇൻഡിപെൻഡൻസ് ആണ്, BJPയുടെ കാൻഡിഡേറ്റ് വേറെ ഉണ്ട്. എന്നിട്ട് എല്ലായിടത്തും ചെയ്യുന്ന കാര്യമാണ് ഇതിപ്പം. മുസ്ലിം സീറ്റുകളിൽ ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ അവർ ചെയ്യാറുണ്ട്, വേറെ 6 മുസ്ലിങ്ങളെയും കൂടെ നിർത്തും. അവർക്ക് 1000 വോട്ട് 2000 വോട്ട് കിട്ടിയാലും അതെല്ലാം കോൺഗ്രസിന്റെ പോകുന്നു. ആ രീതിയിലുള്ള സ്ട്രാറ്റജൈസ് ചെയ്തതിന് ആക്ഷേപം പറയേണ്ട ആവശ്യമില്ല. കാരണം അതല്ലേ ഇലക്ഷൻ മത്സരിക്കേണ്ട രീതി ഇതൊക്കെ തന്നെയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫ്രോഡെന്ന് പറയാനൊക്കത്തില്ല, ശരിയല്ലാത്ത നടപടിയാണെന്ന് വേണേ പറയാവുന്നല്ലാതെ അത് അവരുടെ സ്മാർട്ട്നെസ് ആണെന്ന് സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണല്ലോ ലവ് ആൻഡ് വാറിൽ ഇങ്ങനെയുള്ള എല്ലാ ഉപായങ്ങളും പ്രയോഗിക്കാമല്ലോ. അൺഎത്തിക്കലായിരിക്കരുതെന്നേ ഉള്ളൂ. കുറച്ച് എത്തിക്കൽ അല്ലെങ്കിലും മേ ബി പാസബിൾ, അങ്ങനെ ഒരു സ്ഥിതിയാണ്. പക്ഷെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ ആ ഫൈറ്റിംഗ് സ്പിരിറ്റും ശരിയാണ്. പാർട്ടി ഇൻ പവർ ആണ് ഡൽഹിയിൽ, അപ്പം അതിൻ്റെതായിട്ടുള്ള റിസോഴ്സ്ഫുൾനെസ് ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ഇതൊരു വലിയൊരു ഇന്ത്യ അലയൻസിന് ഒരു സെറ്റ് ബാക്കും, ടെമ്പററി സെറ്റ് ബാക്കും, അതുപോലെ BJPക്ക് ഒരു മൊറാൽ ബൂസ്റ്ററുമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഹരിയാന. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീർ ഓഫ് കോഴ്സ് അത് നമ്മൾക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം സണ്ണി സാർ, ഞാൻ അതിനകത്തേക്ക് പറയാം. ഞാൻ ഒരൊറ്റ കാര്യം, ഞാൻ നേരത്തെ ചോദിച്ച ഈ ഭൂപീന്ദർ ഹൂഡയുടെ കാര്യം, ഭൂപീന്ദർ ഹൂഡെ കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിച്ചു. ഭൂപീന്ദർ ഹൂഡെ ആയിരിക്കും ഇനി ഗവൺമെന്റിനെ ഹെഡ് ചെയ്യാൻ പോകുന്നതെന്നൊരു പ്രതീതി ഉണ്ടായി. അങ്ങനെ കോൺഗ്രസ് ഒരു കളക്റ്റീവ് ലീഡർഷിപ്പ് അല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയത് എത്രത്തോളം കോൺഗ്രസിന് നെഗറ്റീവ് ആയിട്ടുണ്ട് ഹരിയാനയിൽ? അത് ശരിയായില്ല. അത് ഒന്നാമത് ആന്റി ജാട്ട് സെന്റിമെന്റ്സ് വിപ്പപ്പ് ചെയ്യാനായിട്ട് അത് സഹായിച്ചു BJP നേരത്തെ തന്നെ അത് പ്ലാൻ ചെയ്തിരുന്ന. പക്ഷെ എന്തുകൊണ്ടത് കോൺഗ്രസ് അത് ഓവർലുക്ക് ചെയ്യുന്നുള്ളതാണ്. BJP നേരത്തെ തന്നെ ആന്റി ജാട്ട് ഫോഴ്സസിനെ മൊബിലൈസ് ചെയ്യുമായിരുന്നു. ആ രീതിയിൽ ഇവർ സ്ട്രാറ്റജി ചെയ്തില്ല. ഇൻ കേസ് ഇത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു അങ്ങനെ ഒരു ചാനൽ അവർ തുറന്നു വെച്ചില്ല. അതുപോലെ തന്നെ ഹൂഡയ്ക്ക് എല്ലാ തരത്തിലുള്ള 72 സീറ്റ് ഹൂഡ തീരുമാനിച്ചെന്ന് ഇങ്ങനെ പറയുന്നു. നമുക്കറിഞ്ഞുകൂടാ. എന്നതിന് ബാക്കിയുള്ളവർക്ക് വളരെ 10ൽ കുറഞ്ഞ മാതിരിയുള്ള സീറ്റുകളേ ഉള്ളൂ, സുർജേവാലയ്ക്കും ഷെൽജയ്ക്കും ഒക്കെ.
ആ രീതിയിൽ റെപ്രസെന്റേഷനും ഇല്ലാതാവുകയാണ്. ജയിച്ചു എന്നുള്ള മട്ടിൽ കോൺഗ്രസ് നീങ്ങുകയാണ്, ഇയാൾ ജയിക്കാൻ പോകുന്നു, അപ്പൊ പിന്നെ എന്താ പ്രശ്നം എന്നുള്ളതാണ്. ആ രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ഇവരുടെ ഇമ്പോർട്ടൻസ് ഇത് റിഫ്ലക്ട് ചെയ്യുമല്ലോ ക്യാമ്പയിനിലും പാർട്ടി വർക്കേഴ്സിന്റെ കോൺഫിഡൻസിലും ഒക്കെ. പക്ഷെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരെപ്പോഴും ഒടുവിൽ വരെ ഞങ്ങൾ ജയിക്കുന്നു വിചാരിച്ചിരുന്നത് ഡിനയൽ മോഡില് 2:30ക്കും ഒക്കെ അവര് ഞങ്ങൾ ഇത് തീർന്നിട്ടില്ല, ഞങ്ങൾ ജയിക്കുന്ന മട്ടിൽ തന്നെ എല്ലാവരും തന്നെ ഇരിക്കുമായിരുന്നു. അതുപോലെ ഒരു ഇംപ്രഷൻ സെൽഫ് ഡിസെപ്റ്റീവ് ആയിരുന്നോ എന്നറിഞ്ഞുകൂടാ, സ്വയം വഞ്ചിക്കുന്ന ഒരു രീതി ആയിരുന്നോ എന്നറിഞ്ഞുകൂടാ. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ അവർ വെറുതെ ക്ലെയിം ചെയ്യല്ലായിരുന്നു, അവർ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് തന്നെ ക്ലെയിം ചെയ്യായിരുന്നു ഞങ്ങൾ ജയിക്കും. ആ റീഡിങ് അത് ശരിയായില്ലെന്നുള്ളതാണ്. റൈറ്റ്. നേരത്തെ പറഞ്ഞു വന്നത് ജമ്മു ആൻഡ് കാശ്മീരിനെ കുറിച്ചാണ്. ജമ്മു കാശ്മീരിൽ ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ ശ്രമം നടത്തിയിരുന്നു ബി ജെ പിക്ക് വേണ്ടി. പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ജമ്മു കാശ്മീരിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി അതിനുശേഷം മണ്ഡല പുനർനിർണ്ണയം നടത്തിയപ്പോൾ ജമ്മു മേഖലയിൽ 6 സീറ്റ് കൂടുതൽ, കാശ്മീർ മേഖലയിൽ 1 സീറ്റ് കൂട്ടി. ജമ്മു മേഖലയിൽ മാത്രം 6 സീറ്റ് കൂടിയത് ബി ജെ പിയെ സഹായിക്കാനാണ്, അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സീറ്റുകൾ വന്നു എന്നുള്ള ആക്ഷേപമുണ്ടായി. അതിനു പുറമെ ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് 5 പേരെ നോമിനേറ്റ് ചെയ്യാം എന്ന വ്യവസ്ഥ വന്നു. ഇങ്ങനെ പലതരത്തിൽ എന്താ പറയുക സങ്കീർണവും വളരെ എന്താ പറയുക താല്പര്യം ജനിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് ഒരു 10 വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാകട്ടെ ബി ജെ പിയും ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും മെഹബൂബ മുഫ്തിയുടെ പാർട്ടിയും ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയതിന് ശേഷം, അത് പൊളിഞ്ഞതിന് ശേഷമാണ് അവിടെ കേന്ദ്രഭരണം ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇത്തവണ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അത് അധികാരത്തിലേക്ക് വരികയാണ്. ശ്രീധർ, എന്താ തോന്നുന്നത്? ഇത് എക്സ്പെക്റ്റഡ് അല്ലേ? നാഷണൽ കോൺഫറൻസ് ആൻഡ് കോൺഗ്രസ് ആ സഖ്യം വിജയിക്കും എന്നുള്ളത് എക്സ്പെക്റ്റഡ് ആയിരുന്നില്ലേ? ഉറപ്പായിട്ടും അവർക്ക് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നാഷണൽ കോൺഫറൻസ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് വളരെ ജനകീയ അടിത്തറ കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ശേഷം, പ്രത്യേകിച്ചും കാരണം ലോക്സഭ ഇലക്ഷനിൽ നിന്ന് വലിയ സെറ്റ് ബാക്ക് അവർക്ക് ഉണ്ടായതാണ്. അതിനുശേഷം ഉള്ള ഈ ചെറിയ കാലയളവിൽ വളരെ നന്നായിട്ടുള്ളൊരു പ്രവർത്തനം അവർ നടത്തിയിരുന്നു. അവർക്ക് ഒരു കോൺഫിഡന്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ ഒരു തന്ത്രങ്ങൾ ഇവർ ഉണ്ടാക്കിയത് കാരണം കൂടുതൽ സീറ്റ് ജമ്മുവിൽ അനുവദിക്കുകയും ഇതേപോലെ 5 സീറ്റ് വരികയെല്ലാം ചെയ്തതുകൊണ്ട് ഒരു ചെറിയ ഭയം ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലേക്ക് ഇലക്ഷൻ അട്ടിമറിക്കാൻ. ഒരുപക്ഷെ ഹരിയാനയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ബി ജെ പിക്ക് ജമ്മു കാശ്മീർ ഭരിക്കണമെന്നും ജമ്മു കാശ്മീരിന്റെ ഭരണം ലഭിക്കണമെന്നുമുള്ളൊരു ആഗ്രഹവും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. പക്ഷെ അതിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റി. അതേപോലെ തന്നെ ഇപ്പോ എഞ്ചിനീയർ റാഷിദിന്റെ ആയാലും സാജിദിന്റെ ആണെങ്കിലും ഉള്ള പാർട്ടികൾക്കൊന്നും അവിടെ അങ്ങനെ ഒരു വലിയ ഒരു ഇമ്പാക്ട് താഴ്വരയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. താഴ്വരയിൽ പൂർണ്ണമായിട്ടും നാഷണൽ കോൺഫറൻസ് വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ പ്രസൻസ് മാത്രമല്ല അവർക്ക് വലിയ വിജയം ഉണ്ടാക്കാനായിട്ട് പറ്റി. അതേപോലെ തന്നെ ജമ്മു റീജിയണിലേക്കും നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നാഷണൽ കോൺഫറൻസിന് പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം എനിക്ക് തോന്നുന്നു അതൊരു പരമ്പരാഗതമായിട്ട് ഇതേപോലെ ഒരു താഴ്വരയില് ഒരു കൂട്ടർ ജയിക്കുകയും ഇപ്പുറം ജമ്മുവില് വേറെ ആൾക്കാർ ജയിക്കുകയും ചെയ്യുന്ന ഒരു ആ രീതിക്ക് പോലും ചെറിയ വ്യത്യാസം കാണേണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ളത് ജമ്മു റീജിയനിൽ തന്നെയാണ്. പക്ഷെ ഇത്തവണ നാഷണൽ കോൺഫറൻസിനും അവിടെ നിന്ന് മോശമില്ലാത്ത തരത്തിലുള്ള ഒരു സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വാലിയിലാണെങ്കിൽ പലതരത്തിൽ ബി ജെ പി പല സഖ്യങ്ങളും ഉണ്ടാക്കി ഒരു തരത്തിൽ പുറമെ അറിയുന്നതും അറിയപ്പെടാത്തതും അല്ലാത്തതുമായ പല സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് നാഷണൽ കോൺഫറൻസിനെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാം ഒരു തരത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു വളരെ ഒരു തരത്തിൽ ജനാധിപത്യത്തിന് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അത് കാരണം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വിക്ടറിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു ഹീറോ ഉണ്ടെങ്കിൽ അത് ഒമർ അബ്ദുള്ള ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അത്രയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് ജമ്മു കാശ്മീരിൽ ഉണ്ടായെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, ഇപ്പോൾ നേരത്തെ ഹരിയാനയിലെ ജയം അത് ബി ജെ പി ലീഡർഷിപ്പിനും പ്രധാനമന്ത്രിക്കും ഒക്കെ വലിയ ഊർജ്ജം നൽകുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പുറത്ത് ജമ്മു കാശ്മീരിൽ ഒരുപക്ഷെ ശ്രീത്ത് ചൂണ്ടിക്കാണിച്ച പോലെ ഹരിയാനയേക്കാൾ കൂടുതൽ ബി ജെ പി വിജയിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ജമ്മു കാശ്മീരിലായിരിക്കും. കാരണം അത് ഇന്ത്യക്ക് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് കൂടി ആയിട്ട് കണക്കാക്കാൻ
ഒരു പക്ഷേ അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും ആ വിജയം. അതിന് പാകത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലുണ്ടായിരുന്നു. ഇപ്പോൾ ജമ്മുവിലെ സീറ്റുകളുടെ എണ്ണം കൂട്ടിയത്, അതുപോലെ താഴ്വരയിൽ പലതരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കിയത്. ഈ സഖ്യങ്ങളൊക്കെ എന്താ പറയുക, സെക്യുലർ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ കൂടെ ചേർന്നിട്ട് സഖ്യം ഉണ്ടാക്കി കോൺഗ്രസിനും എൻ സിക്കും എതിരെ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇപ്പോൾ CPIM നേതാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ എഞ്ചിനീയർ റാഷിദിൻ്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നിട്ടാണ് വേറൊരു സ്ഥാനാർത്ഥി നിർത്തി അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത്. എല്ലാവരും സെക്യുലർ ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകളാണ് താൻ. അപ്പോൾ ഇങ്ങനെയുള്ള പല പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്നിട്ടും BJPക്ക് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷേ സൈസബിൾ ആയിട്ടുള്ളൊരു പ്രസൻസ് അവിടെയുണ്ട്. ജമ്മുവിൽ നിന്ന് മാത്രം ഏതാണ്ട് 23 സീറ്റ് അല്ലെങ്കിൽ 29 സീറ്റ് BJP നേടിയിട്ടുണ്ട്. അല്ല, അവർ നന്നായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്ത് മുഴുവൻ പ്ലാൻ ചെയ്ത ഒരു ഇലക്ഷനാണിത്. ഒന്നാമതായിട്ട് ഇത് ഇന്ത്യൻ ഡെമോക്രസിയുടെ ഒരു വിജയമാണെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. കാശ്മീരിൽ ഇതുപോലെ നല്ല രീതിയിൽ ഇലക്ഷൻ നടക്കുന്നു, നല്ല പാർട്ടിസിപ്പേഷൻ ആയിരുന്നു, വോട്ടിംഗ് ഒക്കെ. അതുപോലെ തന്നെ ഈ ചേഞ്ചസ് എല്ലാം വരുത്തിയിട്ട് വെൽക്കം ചേഞ്ചസ് ആണെന്ന് എല്ലാവരും പറയത്തില്ല. 370 ഇതും അതുമാതിരിയുള്ള പല ചേഞ്ചസും, ലാൻഡിന്റെ കാര്യമാണേലും അങ്ങനെയുള്ളതൊക്കെ, ഈ ചേഞ്ചസിന്റെ ശേഷം ഒരു മാൻഡേറ്റ് പോലെ BJP പ്രതീക്ഷിച്ചതൊരു വലിയ വിജയമാണ്. അത് നടന്നില്ല. എങ്കിലും BJP പൂർണ്ണമായിട്ട് ഇലക്ഷൻ റീസണബിളി ഫെയർ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തിയതിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാൻ പോകുന്നത്, ഇപ്പോൾ ലൈക്ക് ലോക രാഷ്ട്രങ്ങൾ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട്, പ്രത്യേകിച്ചും അതുപോലെ തന്നെ പാകിസ്ഥാൻ എപ്പോഴും ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഉള്ള ഒരു സ്ഥലമാണ് എന്തെങ്കിലുമൊക്കെ ഇന്ത്യക്ക് എതിരായിട്ട് ചെയ്യാനായിട്ട്. ആ രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഇപ്പോൾ കോൺഗ്രസ് NC ആയിരുന്നതിൽ നാഷണൽ കോൺഫറൻസ് മാത്രമായിരുന്നെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. കോൺഗ്രസിന്റെയും കൂടെ ഉള്ള ഒരു അലയൻസ് ഗവൺമെന്റ് വന്നിട്ട് അത് NDA ഗവൺമെന്റിനെ അത് കാശ്മീർ JNK ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ട് വന്നേക്കും മുമ്പോട്ട്. എത്രമാത്രം ഒത്തിരി ഒന്നും അഗ്രസീവ് പോസ്റ്റേഴ്സ് ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല ഒമർ അബ്ദുള്ളയുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫറൂഖ് അബ്ദുള്ളയുടെ കയ്യിൽ നിന്നൊക്കെ. പക്ഷേ പോസിബിലിറ്റീസ് ധാരാളമുണ്ട്. സെൻട്രലിന്റെ താല്പര്യപ്രകാരം എല്ലാ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ എനിക്കൊന്ന് ഡെമോക്രസി അതിൽ നിന്ന് സ്ട്രെങ്തൻ ചെയ്യും. ബാക്കി ഇവര് പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, സ്റ്റേറ്റ്ഹുഡ് റിട്ടേൺ ചെയ്യാനും ഒക്കെ. പക്ഷെ ഇതൊരു ഇനീഷ്യൽ സ്റ്റെപ്പായിട്ട് തന്നെ കരുതണം. ഇതൊരു പോസിറ്റീവ് വിക്ടറി ആയിട്ട് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. കാശ്മീരിലെ ഒരു നല്ലൊരു ഡെവലപ്മെന്റ് ആണ്. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ നാഷണൽ കോൺഫറൻസിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിലൊന്ന് തന്നെ ഈ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുക, അതുപോലെ പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കുക, ജമ്മു കാശ്മീർ, ഇത്തരം കാര്യങ്ങളാണ് നാഷണൽ കോൺഫറൻസ് പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. താഴ്വരയിൽ മാത്രമല്ല, ജമ്മുവിൽ പോലും അതിന് ചെറിയ സ്വാധീനം ഉണ്ടാക്കാൻ, ഈ ആവശ്യങ്ങൾക്ക് സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക, അതിനുള്ള മാൻഡേറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നാഷണൽ കോൺഫറൻസിനും കോൺഗ്രസിനും വാദിക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള ഒരു മാൻഡേറ്റ് തന്നെയാണിത്. പക്ഷെ അത് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് എത്രമാത്രം അത് അവർ ഫോഴ്സ് ചെയ്ത് അത് അതിനകത്ത് പ്രാവർത്തികമായിട്ട് ഇത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ലൈക്ക് ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്ന പോലെ, ഡൽഹിയിലെ ഒരു ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതല്ല നടക്കുന്നത്. അതുപോലെ തന്നെ എന്നാല് ഒരു സ്പേസ് അങ്ങോട്ട് കൺസീഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു പപ്പറ്റ് ഗവൺമെന്റ് പോലെ ഒരു ഗവൺമെന്റ് പേടിച്ചിട്ടാണോ ചെയ്തത്, അല്ലാതെ നിവൃത്തിയില്ലേ, നിയമം അനുസരിച്ചാണോ നടക്കുന്നത്, ലഫ്റ്റനന്റ് ഗവർണർ മാതിരി ഇത് സ്ട്രീം റോൾ ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നു. ആ രീതിയിൽ നമുക്കത് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. ഇനി വരുന്ന ദിവസങ്ങളില് ഈ ഗവൺമെന്റിന്റെ ഫങ്ഷനിങ് എത്രമാത്രം ഫ്രീഡം ഉണ്ടാവും, എത്രമാത്രം ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് ഒരു നല്ല കാര്യമാണ്. മാക്സിമം അവർ ശ്രമിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. പ്രത്യേകിച്ച് കോൺഗ്രസും കൂടെ കൂട്ടത്തിലുണ്ട്. കുറെ നാളൊക്കെ ജയിലിലും ഒക്കെ കിടന്ന്, ഹൗസ് അറസ്റ്റിലൊക്കെ കിടന്നു കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മൊറാല് ഡൗൺ ആയി പോകാറുണ്ട്. എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും ആ രീതിയിൽ അങ്ങോട്ട് ഡിമോറലൈസ്ഡ് ആയിട്ട് ഒക്കെ ഉള്ള ഒരു സ്ഥിതിയിലാണല്ലോ ഇവരെല്ലാം. ജയിലിൽ കിടന്ന ആൾക്കാരാണ് ഈ ഇടയ്ക്ക് തന്നെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, വെറുതെ പിടിച്ച ആൾക്കാരെ ജയിലിൽ ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ആരും തകർന്നു പോകും. അതുമാതിരിയുള്ള സ്ഥിതിയിലൊക്കെയാണ് ആൾക്കാരെ കൊണ്ടുവരുന്നത്. ജനങ്ങളുടെ ആശീർവാദം കിട്ടി. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ല കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നുണ്ടാവുന്നുള്ളൂ.
ശ്രീത്ത്, ഇപ്പോൾ 2014 ഇലക്ഷന് ശേഷം നമ്മൾ കൗതുകരമായ കാഴ്ചയാണ് കണ്ടത്. BJPയും ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ചേർന്നിട്ട് സർക്കാർ ഉണ്ടാക്കുന്ന കാഴ്ച കണ്ടു. ഈ ഇലക്ഷനിലേക്ക് വരുമ്പോൾ ജമ്മു കാശ്മീർ PDPയെ ഏതാണ്ട് കാശ്മീർ ജനത കൈവിടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 4 സീറ്റാണ് ജയിച്ചത്. മുഫ്തി ഫാമിലിയിൽ നിന്ന് ആരും ജയിച്ചതായിട്ട് ഞാൻ കണ്ടില്ല, ജയിച്ചില്ല എന്നാണ് എൻ്റെ അറിവ്. അതുപോലെ മറ്റ് എലിമെൻറ്റ്സ്, അതായത് ഈ നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയും സാധ്യതകളെ ഇല്ലാതാക്കാനായിട്ട് എന്ന മട്ടിൽ രംഗപ്രവേശം ചെയ്ത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സർപ്രൈസ് വിക്ടറിയായി വന്ന എഞ്ചിനീയർ റാഷിദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടാക്കിയ പാർട്ടി, അതിനെ പിന്തുണച്ചുകൊണ്ട് ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി, ഇവരൊക്കെ കൂടെ ഉണ്ടാക്കിയ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഈ കൺഫ്യൂഷൻ ഒന്നും ജമ്മു കാശ്മീരിലെ ജനങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല എന്ന ആ ഇലക്ഷൻ റിസൾട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിലാണ് നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാജീവ്, താഴ്വരയില് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP സഹായിക്കാനായിട്ട് ശ്രമിച്ച ആളുകളെ താഴ്വരയിലെ ജനങ്ങൾക്ക് നല്ലോണം തിരിച്ചറിയാം. അത് അവർക്ക് മറുപടി കൊടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP സർക്കാരുമായിട്ട് പിന്തുണ, അല്ലെങ്കിൽ BJPയുടെ പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ച ദിവസം മെഹബൂബ മുഫ്തിയുടെയും ജമ്മു കാശ്മീർ PDPയുടെയും ഒരു ഭാവി തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. അവർക്ക് തുടർന്ന് അവിടെ ഇനി വളർച്ച ഉണ്ടാകാനായിട്ട് പ്രയാസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ. കാരണം അത്രയ്ക്ക് മാത്രം ഒരു വലിയ തരത്തിലാണ് അവരെ പിഴുതെറിഞ്ഞ് കളയുന്ന പോലെയാണ് ആ ആളുകൾ അവരിൽ നിന്ന് അകന്നു പോയി. അത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ എഞ്ചിനീയർ റാഷിദ് കഴിഞ്ഞ ദിവസവും കൂടി ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഒരു തൂക്കുമന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ PDP പുറത്തു നിന്ന് പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു തരത്തിൽ പറഞ്ഞതോടുകൂടി അങ്ങനെ ഒരു സഖ്യമൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കേണ്ട, പൂർണ്ണമായും സംസ്ഥാന പദവി വരാതെ ഒരു ഗവൺമെന്റും ഇവിടെ ഉണ്ടാക്കരുത് തുടങ്ങിയിട്ടുള്ള ഒരു തരത്തിൽ വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം അവിടെ എഞ്ചിനീയർ റാഷിദ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ പലരുടെയും ആത്യന്തികമായിട്ടൊരു ലക്ഷ്യം നാഷണൽ കോൺഫറൻസിന്റെയും കോൺഗ്രസിന്റെയും വിജയം അവിടെ തടയുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് BJPക്ക് ഗുണകരമായിട്ട് വരുന്നതിനായിരുന്നു. BJP അവരെല്ലാമായിട്ട് സഖ്യമുണ്ടാക്കുകയും അവരെല്ലാമായിട്ട് രഹസ്യമോ അല്ലാതെയോ ആയിട്ടുള്ളൊരു ബന്ധങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ BJPയുമായിട്ട് ചേർന്ന് പോകാനായിട്ട് തീരുമാനിച്ച, അല്ലെങ്കിൽ പരോക്ഷമായിട്ട് പോലും ചേർന്ന് പോകാൻ തീരുമാനിച്ച ഒരാളെ പോലും കാശ്മീർ ഒരു വലിയ തരത്തിലേക്ക് അവരുടെ ഒരു ഐഡിയോളജിക്ക് ജനം പിന്തുണ നൽകിയില്ല എന്ന് നമുക്ക് വളരെ വളരെ വ്യക്തമായിട്ട് കാണാം. അതേപോലെ എനിക്ക് തോന്നുന്നു ഇവൻ ഹരിയാനയിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫൈറ്റുകൾ പലപ്പോഴും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഫൈറ്റുകളായിട്ട് ഇപ്പോ മാറുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള ചെറിയ പാർട്ടികളുടെ സാന്നിധ്യം ആളുകൾ ഇപ്പോൾ വലിയ കാഴ്ചപ്പാടിൽ കാണുകയും അവരുടെ സാന്നിധ്യം തികച്ചും അവിടുത്തെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം അങ്ങനെ ഈ ചെറിയ ഇപ്പോ ഗുലാം നബി ആസാദിന്റെ പാർട്ടിയൊക്കെ അവരുണ്ടാക്കി കോൺഗ്രസിനെ വളരെ രീതിയിൽ ക്ഷീണിപ്പിക്കാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും വലിയ തോതിൽ എഫക്റ്റീവ് ആയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അത്തരത്തിലുള്ള എലിമെന്റ്സിനെല്ലാം എനിക്ക് തോന്നുന്നു ഒരു സെറ്റ് ബാക്ക് ഈ ഇലക്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാനും അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഹരിയാനയിൽ JJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് ഉണ്ടായിരുന്നു JJPക്ക്. ഇത്തവണ ഒരു സീറ്റ് പോലും ഇല്ല. അവിടെ ദുഷ്യന്ത് ചൗട്ടാല ഏതാണ്ട് 5ാമതായിട്ടാണ് ഫിനിഷ് ചെയ്തതെന്ന് തോന്നുന്നു. കഴിഞ്ഞ 5 or 6 ഇലക്ഷൻ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവർക്ക് ഒരു 30 മുതൽ 1% വോട്ടുണ്ടായിരുന്നതാണ് ഈ പാർട്ടികൾക്ക്. പറഞ്ഞ രീതിയിൽ ദേവിലാലിന്റെ പാർട്ടി മുതൽ ഇങ്ങോട്ടേക്ക് ഉള്ള എല്ലാം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് 40 മുതൽ 30 പിന്നെ കുറഞ്ഞു ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 10% വോട്ട് ഉണ്ടായിരുന്നു ഇവർക്ക്. അത് ഇത്തവണ ഏതാണ്ട് 1%, 2% ഒക്കെ ആയിട്ട് കുറഞ്ഞു. അതേപോലെ തന്നെ BSPയുമായിട്ട് സഖ്യം ഉണ്ടായിട്ട് പോലും ഇവരുടെ വോട്ട് ശതമാനവും കുറഞ്ഞു. അപ്പൊ ആ രീതിയിൽ ആ വോട്ടുകൾ മുഴുവൻ അത്തരത്തിൽ പോയിക്കൊണ്ടിരുന്ന വോട്ടുകൾ മുഴുവൻ BJPയിലേക്കും കോൺഗ്രസിലേക്കുമായിട്ട് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം 2019 2024 ഈ ലോക്സഭാ ഇലക്ഷനിലെ
സംഭവത്തിൽ നിന്ന് കുറച്ചെങ്കിലും മറ്റേ ഡിഫറെന്റ് ആയിട്ട് 2019 മറ്റേ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞ് അധികം വൈകാതെയാണല്ലോ ഹരിയാന ഇലക്ഷൻ നടക്കുന്നത്. അന്ന് ലോക്സഭ ഇലക്ഷനിൽ മുഴുവൻ സീറ്റും BJP തൂത്തുവാരിയതിനു ശേഷമാണ് തൊട്ട് ഒരു മാസങ്ങൾക്ക് ശേഷം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 40 സീറ്റായിട്ട് കുറയുക അല്ലെങ്കിൽ ജയിക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു തരത്തിലേക്ക് BJP ഭയപ്പെടുന്ന തരത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറിയത്. അതേപോലെ തന്നെ ഇത്തവണത്തെ ലോക്സഭയിൽ അത് കാരണം തന്നെ ഈ ഒരുമിച്ച് വരുമ്പോൾ പോലും 5-5 ആകുമ്പോൾ പോലും ഇത് എങ്ങനെയായിരിക്കും യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ പാറ്റേണിലേക്ക് ഈ ഹരിയാനയില് നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുന്നതായിട്ട് കാരണം എനിക്ക് തോന്നുന്നു ഈവൻ ജമ്മു കാശ്മീരിലും വേറെ തരത്തിൽ, അതായത് മറ്റേ താഴ്വരയില് ഈ മറ്റേ ഇതേപോലെ ഇദ്ദേഹത്തിന് ഒമർ അബ്ദുള്ള തോൽക്കുന്ന അവസ്ഥയിലേക്ക് പോരുന്നതിൽ നിന്ന് മാറ്റം ഉണ്ടായെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ജമ്മു വാലിയിൽ ഏതാണ്ട് അതേപോലെ തന്നെയാണ്, അങ്ങനെ ഒരു പാറ്റേൺ തന്നെയാണ് തുടരുന്നത് ജമ്മുവിൽ. റൈറ്റ്. ശ്രീ സണ്ണി സെബാസ്റ്റ്യൻ, അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ തവണ ഹരിയാന അസസ് ചെയ്തപ്പോൾ ഞാനിത് ചോദിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തെ, രാഹുൽ ഗാന്ധി പ്രിയങ്ക സഖ്യത്തെ, അല്ലെങ്കിൽ ഈ നേതൃനിരയെ എവിടെയാണ് കൊണ്ട് നിർത്തുക എന്നുള്ളൊരു ചോദ്യം. പ്രത്യേകിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ചെറിയ മുന്നേറ്റം ഉണ്ടാവുകയും BJPക്ക് അവരുടെ കേവല ഭൂരിപക്ഷം നഷ്ടമാവുകയും ചെയ്തപ്പോൾ ഈ നേതാക്കളുടെ കാര്യത്തിലും ചില സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ജമ്മു കാശ്മീരിൽ ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം, ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് വരുന്നു. ഹരിയാന പക്ഷേ BJP ഒറ്റയ്ക്ക് പിടിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടർക്കും സന്തോഷിക്കാൻ പാകത്തിനാണോ, അതോ ഹരിയാന എന്ന ഒറ്റ സംസ്ഥാനത്തെ വിജയം കൊണ്ട് തന്നെ മോദി സഖ്യം അവരുടെ ഒരു അപ്രമാദിത്വം തുടരും എന്ന് പ്രഖ്യാപിക്കുകയാണോ? ഈ ലോക്സഭയിലുള്ള ഒരു ചെറിയൊരു സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ട് ഇതൊരു നരേന്ദ്രമോദി ഷായ്ക്ക് ഇതൊരു പ്ലസ് ആണെന്ന് തന്നെ പറയണം. പക്ഷെ അങ്ങനെ വലിയ ആഹ്ലാദിക്കാനൊന്നുമില്ല, അതിനകത്തുനിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കാര്യങ്ങൾക്ക്. ഹരിയാനയുടെ സ്ഥിതി എപ്പോഴും ഇങ്ങനെ ഓൾവേസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ് മാതിരിയുള്ള സ്റ്റേറ്റ് ആയി മാറിയിരിക്കുക ഹരിയാന. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. അവരുടെ ലീഡർഷിപ്പ് അങ്ങനെ എൻഹാൻസ് ചെയ്യപ്പെട്ടില്ലെങ്കിലും അവർ കാരണം BJP അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചില്ല എന്നൊരു തോന്നലൊന്നും ആർക്കും ഇല്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി മെഷീനറി ഇങ്ങനെയല്ല ഫങ്ഷൻ ചെയ്യേണ്ടത്. അത് ഒരു വെൽ ഓയിൽഡ് മെഷീനറി ഇപ്പോഴും BJPയെ കമ്പാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് സ്ക്രൂസപ്പ് ചെയ്ത് വന്നിട്ടില്ല ഇത്ര നാളായിട്ട്. ചെറിയ തമാശക്കളികൾ കൊണ്ടൊന്നും BJPയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കാൻ താമസിക്കുന്നുള്ളതാണ്. ചുമ്മാ തോളേക്കായിട്ടൊന്നും ആരും ഇലക്ഷൻ ജയിക്കാറില്ല. അത് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഹാർഡ് വർക്ക് വേണം, പ്ലാനിങ് വേണം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അതിനോട് നമ്മളത് ചെയ്യണം, സ്റ്റിക്ക് ചെയ്യണം ആ തീരുമാനങ്ങളിലൊക്കെ. ആ മാതിരി ലൂസായിട്ട് കാര്യങ്ങൾ വിട്ടു കഴിഞ്ഞ് പഴയ കാലമൊന്നുമല്ല. കോൺഗ്രസ് ചുമ്മാതെ നടന്ന് വാക്ക് ഓവർ ടൈപ്പ് കിട്ടുന്ന കാലമല്ല ഇപ്പൊ ഇന്ത്യയിലുള്ളത്. ആ രീതിയിൽ മെഷീനറി, ഐ വുഡ് സേ കോൺഗ്രസിന്റെ മെഷീനറി, ഓർഗനൈസേഷണൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെയാണ് ശരിക്ക് ചെയ്യേണ്ട, സ്പ്രൂസപ്പ് ചെയ്യേണ്ടത്. അതുപോലെ ഇതിനകത്ത് മഹാരാഷ്ട്രയ്ക്ക് ഇതിനകത്ത് വലിയ നഷ്ടമൊന്നും എനിക്ക് തോന്നുന്നില്ല. മഹാരാഷ്ട്ര ഇലക്ഷനിലോ അല്ലെങ്കിൽ ജാർഖണ്ഡില് ഇത് ജയിച്ചായിരുന്നെങ്കിൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകുമായിരുന്നു. അത് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് വലിയ സെറ്റ് ബാക്ക് ഒന്നല്ല, ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആണിത്. സെറ്റ് ബാക്കിനെക്കാളും കൂടുതലായിട്ട് ഇത് കയ്യിൽ കിട്ടിയ ഒരു കാര്യം കളഞ്ഞു കുളിക്കുന്ന ഒരു രീതി വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു നിരാശയും ദേഷ്യവും കൂടെ വരുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ. ആരോട് ചോദിച്ചാൽ ഇതേ ആൾക്കാർ പറയുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ളതും സംസാരിച്ചിട്ടുള്ള മുഴുവൻ ആൾക്കാരും കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ അവിടെയുള്ള പബ്ലിക് പോലും അങ്ങനെ വിചാരിച്ചു. ഇപ്പൊ EVMനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പറയും ഇവർ തോക്കുമ്പോൾ എപ്പോഴും EVM എന്ന് പറയുന്നു. പക്ഷെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇതെന്തൊരു മറിമായമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ജയിച്ച കേസാണല്ലോ എന്നൊക്കെ. പക്ഷെ ഞാൻ പറഞ്ഞു ഇതൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, മിണ്ടായിരുന്നാ മതി എന്ന് പറഞ്ഞു. അതുമാതിരി തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഓരോ എക്സ്ക്യൂസ് കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അതല്ല വേണ്ടത്. ശരിക്കും നമ്മളത് അതിന്റെ റൂട്ട് കോസസിലോട്ട് നീങ്ങിയിട്ട് പാർട്ടിയെ ശരിക്കും സ്ട്രെങ്തൻ ചെയ്യാതെ കാര്യങ്ങൾ നടക്കത്തില്ല. ഇൻഡിവിജ്വൽസിന്റെ കൈ മാത്രം വിട്ടുകൊടുത്താലും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഹരിയാന എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, വെരി ക്ലെവർ പീപ്പിൾ. അവരുടെ അടുത്ത് ചെറിയ അഭ്യാസങ്ങളൊന്നും നടക്കത്തില്ല. അങ്ങനെ ഒരു സ്ഥലമാണ്. ഡൽഹിക്ക് അടുത്താണ്. ഡൽഹിക്കാർ തന്നെ ഒന്ന് കൂട്ടിയാൽ മതി ഹരിയാനക്കാർ.
റൈറ്റ്. ശ്രീത്തിൻ്റെ ടേക്ക് എന്താണ്? ഇതിപ്പോൾ വരാനിരിക്കുന്നത് മഹാരാഷ്ട്ര ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ബീഹാറുണ്ട്, വളരെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വരാനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാന ജയിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ സണ്ണി സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ച ഹരിയാന ജയിച്ചിരുന്നെങ്കിൽ അത് നൽകുമായിരുന്ന ഒരു എനർജി ലെവൽ വേറെ ആയിരുന്നു. അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രശ്നമല്ലേ? അല്ല, എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2024 ഇലക്ഷനെ കാണുന്നത്, അതായത് ലോക്സഭ തെരഞ്ഞെടുപ്പ് കാണുന്നത് BJP ധാർമ്മികമായും രാഷ്ട്രീയമായിട്ടും പരാജയപ്പെട്ട ഇലക്ഷനാണ് എന്നുള്ള രീതിയിലാണ്. ഈ പൊളിറ്റിക്കലും മൊറയിലുമായിട്ട് പരാജയപ്പെട്ട ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പരാജയത്തിനെ നിലനിർത്തണമെങ്കിൽ തുടർച്ചയായിട്ട് തുടർന്ന് അതേ ഒരു പാതയിലൂടെ അവർ മുന്നോട്ട് പോകും. ആ രീതിയിൽ ഒരുപക്ഷെ ഇപ്പോൾ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പും ഹരിയാനയും ഇവിടെ ഇന്ത്യ മുന്നണിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പാതയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു നിലയ്ക്ക്, അഥവാ അവരുടെ ഒരു താഴേക്കുള്ള ഒരു നടത്തത്തിന്റെ ആരംഭമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പറ്റും. പക്ഷെ അതിനെ അവർ മറികടന്നിട്ടുണ്ട്. അപ്പം പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയ മറികടക്കലുമാണ്. കാരണം ഇത് ഏതാണ്ട് ഓൾമോസ്റ്റ് കയ്യിലുണ്ടായിരുന്ന ഒരു കാര്യമാണ്. വന്നാരോ ഈ വിഘ്നേഷ് ഫോഗട്ടിന്റെ സ്വർണം മെഡൽ നഷ്ടപ്പെട്ടതുപോലെയാണ് എന്ന് പറയുന്നായിരുന്നു. ഏതാണ്ടൊരു ജയിക്കുമെന്ന് അവസാനം വരെ വിചാരിച്ചിരുന്നിട്ട് അവസാനം ഈ തൂക്കത്തിൽ തോറ്റതുപോലെ ഏതാണ്ട് തൊട്ടടുത്ത് വരെ എത്തിയതിനു ശേഷം കൊണ്ടുകളഞ്ഞതുപോലെ ഇപ്പോ തോറ്റുപോയി. ഇവരുടെ ശ്രദ്ധ കുറവുണ്ട്, ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുള്ള പാളിച്ചയുണ്ട്, പലതരത്തിലുള്ള ഈ പറഞ്ഞ അമിതാത്മവിശ്വാസമുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത് ജയിച്ചിരുന്നെങ്കിൽ ഇതേപോലെ വരുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിലേക്ക് ഒരു വലിയ ഊർജ്ജമായിരുന്നു. സണിത്താർ പറഞ്ഞ പോലെ തന്നെ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിനെയും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെയും നിർണ്ണയിക്കാൻ പോകുന്ന ഘടകങ്ങളെല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒന്നും അവരെ ബാധിക്കില്ല. പക്ഷെ ഒരേ സമയം BJPക്ക് അത് അവിടെ BJP പ്രവർത്തകർക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അതൊരു മൊറയിൽ ബൂസ്റ്റാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബാർഗെയിൻ പവർ അടക്കം എല്ലാം കുറയുകയും അവരുടെ ധാർമ്മികമായിട്ടൊരു ശേഷിക്കുറവ് വരികയും ചെയ്യും. പ്രത്യേകിച്ചും ഇന്നിപ്പോ ശിവസേനയാണ് കോൺഗ്രസിനെ ആദ്യം പരിഹസിച്ച് ഇന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അവര് ഈ പറയുന്ന രീതിയിൽ ഇവരുടെ ഒരു പരാജയത്തിനെയും അത് കഴിഞ്ഞിട്ട് അത് സമ്മതിക്കാതിരിക്കുന്നതിനെയും ഇന്ന് പരിഹസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെ ഉറപ്പായിട്ടും മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അവർക്ക് ചെറിയൊരു കോൺഗ്രസിന്റെ ഒരു ക്ഷീണം ഉണ്ടാകും. ജാർഖണ്ഡിലെ രാഷ്ട്രീയമാണെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയമാണ്. അത് കാരണം തന്നെ അവിടെ എന്താണ് സംഭവിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല. ഏറ്റവും നിർണായകമാണെന്ന് നമുക്കെല്ലാം അറിയുന്ന പോലെ അടുത്ത വർഷം നടക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പാണ്. അതാണ് ഇന്ത്യയുടെ ഭാവിയെ തീരുമാനിക്കാൻ പോകുന്നത്. അതിലേക്ക് മുന്നോട്ട് പോകുന്നതിന് ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ സഖ്യത്തിന് ഒരു ഊർജമാകേണ്ട ഒരു കാര്യമാണ് ഇന്നിപ്പോൾ ഇല്ലാതായിട്ട്. റൈറ്റ്. അങ്ങനെ വിലയിരുത്തണം നമ്മൾ ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് അതിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയതിന് ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പാണ്. പലതരത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാനായിട്ട് BJP നടത്തിയ ശ്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നാഷണൽ കോൺഗ്രസ് സഖ്യം അവിടെ വിജയിക്കുന്നത്. ഇപ്പുറത്ത് ഹരിയാനയിൽ ലഭ്യമായ ഒരു വിജയം കോൺഗ്രസ് അവരുടെ അമിത ആത്മവിശ്വാസം കൊണ്ട് സംഘടനാപരമായ പിഴവ് കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്നു. ഏതാണ്ട് എല്ലാ ആളുകളും അവിടെ ഹരിയാന സന്ദർശിച്ചപ്പോൾ സണ്ണി സെബാസ്റ്റ്യൻ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ ഹരിയാന സന്ദർശിച്ച എല്ലാ ആളുകൾക്കും കിട്ടിയിരുന്നൊരു ഫീല് അവിടെ കോൺഗ്രസ് ഇതാ അധികാരത്തിൽ വരാൻ പോകുന്നു. എത്ര സീറ്റ് അധികം എന്നുള്ളത് മാത്രമാണ്. 50 മുതൽ 60 വരെ സീറ്റ് എന്ന് പറഞ്ഞ ആളുകളുണ്ട്. 60-ന് മുകളിൽ സീറ്റ് കോൺഗ്രസ്സിന് ഹരിയാനയിൽ കിട്ടും എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ ഏതാണ്ട് കോൺഗ്രസ് ഉറപ്പിച്ച ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ BJP തിരിച്ചുപിടിക്കുന്നത്, തുടർച്ചയായ 3-ാം തവണ ഭരിക്കാൻ പോകുന്നത്. വരാനിരിക്കുന്ന രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ നിർണ്ണയിക്കുന്നില്ലെങ്കിൽ പോലും ചില സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് നൽകി വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹരിയാനയിലെ ഫലം നൽകി വയ്ക്കുന്നുണ്ട്. ഈ സ്പെഷ്യൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി അറിയിക്കുന്നു സണ്ണി സെബാസ്റ്റ്യനും ശ്രീജിത്ത് ദിവാകരനും.